ഇന്ന് നമ്മൾ ഫ്രോൺസിന്റെ ഏറ്റവും ബേസ് മോഡൽ അതായത് സിഗ്മ വേരിയന്റ് ആണ് നമുക്ക് പുറകിൽ കാണുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുള്ള പ്രധാന കാരണം ഇന്ന് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെയിൽസ് റെക്കോർഡിൽ മുന്നിട്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഫ്രോൺസ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ട്രെൻഡാണ്, അതായത് കോമ്പാക്ട് SUV-കളാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനികളെല്ലാം ഇപ്പോൾ കിയ എല്ലാം ലാസ്റ്റ് ഇറക്കിയ സിറോസ് എന്ന് പറയുന്ന ആ ഒരു വാഹനം വരെ ഒരു കോമ്പാക്ട് SUV പ്ലാറ്റ്ഫോം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇറക്കിയിട്ടുള്ളത്. അതിന് പുറമെ ഒരുപാട് ബ്രാൻഡുകൾ അങ്ങനെ കോമ്പാക്ട് SUV സെഗ്മെന്റിലെ വാഹനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലൊക്കെ നമ്മൾ സെയിൽസ് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ഫ്രോൺസ് ആണ് എപ്പോഴും നമ്പർ 1 നിൽക്കുന്നത്. കാരണം ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റിനുള്ളിൽ ഒരു കോമ്പാക്ട് SUV ആഗ്രഹിക്കുന്നവരും അതേപോലെ തന്നെ ഒരു ഹാച്ച് ബാക്ക് ആഗ്രഹിക്കുന്നവരും ഒക്കെ അതിൻ്റെ ഒരു നടുവിൽ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിനെ ചൂസ് ചെയ്യുന്നത്. ഒന്ന്, ഈ ഒരു വാഹനം ബലനോ എടുക്കുന്ന ആളെ അപേക്ഷിച്ചും സ്വിഫ്റ്റ് എടുക്കുന്ന ആളെ അപേക്ഷിച്ചും എന്നാൽ ഒരു SUV-യിലേക്ക് പോകുന്ന ആളെ അപേക്ഷിച്ചും അതിൻ്റെ ഒരു ഇടയിൽ ഒരു ക്രോസ് ഓവർ, ഗ്രൗണ്ട് ക്ലിയറൻസും എന്ന വാഹനമാണെങ്കിൽ അതിനനുസരിച്ച് ലുക്കും തരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഫ്രോൺസിന്റെ വാഹനം എടുക്കുന്ന ആളുകളിൽ പ്രധാനമായിട്ടും ആളുകൾ ചൂസ് ചെയ്യുന്നതാണ് 1.2 ലിറ്ററിൽ. അതിലേത് മോഡൽ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പല ആളുകൾക്കും ഉണ്ടാവും. അപ്പോൾ ഈ എനിക്ക് പുറകിൽ കാണുന്ന വാഹനം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് ഫ്രോൺസിന്റെ ഏത് ഓപ്ഷനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഫുൾ ഓപ്ഷന്റെ അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ഈ ഒരു വാഹനം ഫ്രോൺസ് സിഗ്മ വേരിയന്റ് ആണ്. ഫ്രോൺസ് സിഗ്മ വേരിയന്റിൽ ഏകദേശം ഒരു 10-50,000 രൂപയുടെ കിറ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കുന്നത് വാല്യൂ ഫോർ മണി ആണോ? ഈ ഒരു പൈസക്ക് ഫ്രോൺസിന്റെ ഡെൽറ്റ പ്ലസ് എടുക്കണോ അല്ലെങ്കിൽ നമ്മൾ ടർബോ വേരിയന്റിലേക്ക് പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഫ്രോൺസിന്റെ ബേസ് ഓപ്ഷന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,70,000 രൂപ റേഞ്ചിലാണ് നമുക്ക് ഒരു ഫ്രോൺസ് സിഗ്മ വേരിയന്റ് നമുക്ക് എടുക്കാൻ പറ്റുക. അതായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ബലനോ ബേസ് ഓപ്ഷനും ഫ്രോൺസ് എടുക്കുന്ന ആളെ സംബന്ധിച്ചുള്ള പ്രധാന വ്യത്യാസം പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ. ഫ്രോൺസ് ഒരാൾ ഒരു ബേസ് ഓപ്ഷൻ എടുക്കുമ്പോൾ 8,80,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന സ്ഥാനത്ത് നമുക്കിതിൻ്റെ ഒരു ഡെൽറ്റ പ്ലസ്, അതായത് അലോയ് വീലും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഏകദേശം ഒരു 10.5 ലക്ഷം രൂപ വരെ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്ത് എടുത്തൊരു വാഹനമാണ്. അപ്പോൾ സുഹൃത്ത് എങ്ങനെയാണ് ഈ ഒരു തരത്തിൽ ഈ ഒരു വാഹനം എടുത്തിട്ട് ഒരു വാല്യൂ ഫോർ മണി ആക്കിയത് എന്നുള്ള ഒരു കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പുതിയ വാഹനം ഒരു ബേസ് ഓപ്ഷൻ ഇറക്കിയിട്ട് ഇത്രയും ആക്സറീസ്, അത് ഈ ചെയ്ത ബഡ്ജറ്റ് അറിയുമ്പോഴാണ് ഏറ്റവും വലിയ ആകർഷണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഇൻഫോർടൈൻമെൻറ്റും അതിൻ്റെ സിസ്റ്റം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ചെയ്യണം താല്പര്യമുള്ളവർക്ക് ഓൾ കേരള നിങ്ങൾ എവിടെയാണെങ്കിലും ഡിസ്ക്രിപ്ഷനിലെ ഞങ്ങളെ കമ്പനി നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഷോറൂമിൽ നിന്ന് വാഹനം ഇറക്കി തരും. അതും ഈ ഒരു വാഹനത്തിൽ കാണുന്ന ഇതേ ഫിറ്റിങ്ങോട് കൂടി ഈ പറയുന്ന കറക്റ്റ് ബഡ്ജറ്റ് ലെവലിൽ. അപ്പോൾ കറക്റ്റ്, അതായത് ഒരു ബേസ് ഓപ്ഷൻ വെറും 8,70,000 രൂപയ്ക്ക് എടുക്കുന്നതിനോടൊപ്പം ഇന്റീരിയറിൽ ലേറ്റസ്റ്റ് ആയി വരുന്ന ടച്ച് അതേപോലെ തന്നെ ക്യാമറ കാര്യങ്ങൾ A to Z ആക്സറീസ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രോൺസിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഫ്രോൺസിൻ്റെ ഈ ഒരു ബേസ് ഓപ്ഷൻ എടുത്തിട്ട് ഈ തരത്തിലുള്ള ഒരു ആക്സറി ചെയ്യണം. കാരണം ഇത് ഞാൻ ഇത്രത്തോളം ഫോക്കസ് ചെയ്ത് പറയാനുള്ള കാരണം, നമ്മളൊരു 1-2 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഒരു വാഹനം ഇറക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി ലോൺ ആയിരിക്കും ചെയ്യുക. ആ സ്ഥാനത്ത് നിങ്ങളൊരു ഫുൾ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വലിയ തരത്തിലുള്ള മാറ്റങ്ങളാവും കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുക. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിലൂടെ കുറക്കാനും സാധിക്കും. എന്നാൽ നമുക്ക് വലിയൊരു എമൗണ്ട് അവിടെ സേവ് ചെയ്യുമ്പോൾ നമുക്ക് EMI-യിലും കാര്യങ്ങളൊക്കെ വലിയൊരു തരത്തിലുള്ള മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഫ്രോൺസ് ബേസ് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അലോയ് വീലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്നാൽ ഈ ഒരു വാഹനത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനി അലോയ് വീലാണ് ചെയ്തിട്ട്. അപ്പോൾ ഫ്രോൺസ് സിഗ്മ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുകയാണെങ്കിൽ എല്ലാം മാറ്റാൻ പറഞ്ഞതാ. ഇപ്പം ഈ ഒരു വാഹനത്തിൽ ശരിക്കും നമ്മൾ കമ്പനിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വീൽ കപ്പ് ആയിരിക്കും വരിക. 16 ഇഞ്ചിൻ്റെ ടയറാണ് എല്ലാത്തിലും വരുന്നത്. പക്ഷേ ഇതിന് ഈ അലോയ് വീൽ ഉണ്ടാവില്ല, നേരെ ആ സ്ഥാനത്ത് വീൽ കപ്പ് ആയിരിക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മിറർ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള സാധാ മിററാണ് ഇവിടെ വരിക. പക്ഷേ ഇത് ഇൻഡിക്കേറ്ററിലെ മിറർ, കാരണം ഇവിടെ നമുക്ക് ചെറിയ ഇൻഡിക്കേറ്ററാണ്. ഇതാണ് ശരിക്കും ബേസ് ഓപ്ഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ളത്. അത് ശരിക്കും ആ ക്ലോസ് ചെയ്ത് പെയിന്റ് അടിച്ച് അതും മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ചെയ്ത ആക്സറീസും അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞാൽ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്പർ പ്ലേറ്റ് ഗാർണിഷ് ഒരു 500 രൂപ റേഞ്ചിലാണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 16 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽ, അതായത് ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന അലോയ് വീലാണ്. ഏകദേശം ഒരു 29,000 രൂപയ്ക്ക് നമുക്ക് കമ്പനിയിൽ നിന്ന് ഈ ഒരു അലോയ് വീൽ ഫിറ്റ്മെൻറ്റ് ചെയ്തിറക്കാം. പിന്നെ ഈ ഒരു മിറർ, 2 മിറർ ഇൻഡിക്കേറ്റർ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 3,800 രൂപ റേഞ്ചിൽ നമുക്ക് ആ 2 മിററും കാര്യങ്ങളും ചെയ്യാം. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോർ വൈസറും അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് ആ ഒരു സൈഡ് ഡോർ പ്രൊട്ടക്ടറും കാര്യങ്ങളും
ചെറിയൊരു അഡീഷണൽ ഫിറ്റിങ്സും ഏകദേശം ഒരു 3500-4000 രൂപയിൽ നമുക്ക് ഈ ഒരു ഫിറ്റിങ്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും രൂപയുടെ മാറ്റങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എക്സ്റ്റീരിയറിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഏകദേശം എക്സ്റ്റീരിയറിൽ ഈ ഒരു മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് വാഹനം ഏത് ഓപ്ഷൻ ആണ് എന്നുള്ളത്, കാരണം ഒരു ഫുൾ ഓപ്ഷന് തുല്യമായിട്ട് തന്നെ വരും. ബാക്കി ഫുൾ ഓപ്ഷനും കാണാൻ ഏകദേശം ഇതുപോലെ തന്നെയാണ്. പ്രധാനമായിട്ട് ഫ്രണ്ടിലോ കാര്യങ്ങളോ ഒന്നും മാറ്റങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റീരിയറിൽ വരുമ്പോഴാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നിട്ട് ടോട്ടലി നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ ഫോർ മണി ആണോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റിൽ പറയണം. അപ്പോൾ ആ ഒരു ഫ്രോൺസ് സിഗ്മെന്റ് ഇന്റീരിയറിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം ഇത് ഫുൾ ഓപ്ഷനെക്കാട്ടിലും പവറിലാണ് ഇതിന്റെ ഇന്റീരിയർ കാണാൻ. ആകെ ഇതിൽ എനിക്ക് കുറവായി തോന്നുന്നത് സ്റ്റിയറിംഗും ഓഡിയോ കൺട്രോൾ ഇല്ല എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോ, അതായത് 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസ് ഓപ്ഷൻ തന്നെ വരുന്നുണ്ട്. അതിന് പുറമെ ഞാൻ നമ്മൾ സുഹൃത്തുക്കൾ ചെയ്ത ആക്സറീസിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് കമ്പനിയിൽ നിന്ന് നമുക്ക് ഇറക്കുമ്പോൾ ചെയ്യുന്ന സീറ്റ് കവറാണ്, പ്രീമിയം നെക്സ സീറ്റ് കവർ. ഇതിന്റെ ഒരു ക്വാളിറ്റി വേറെ തന്നെയാണ്. ഏകദേശം ഒരു 8000 രൂപ റേഞ്ചിലൊക്കെ ഇത് കമ്പനിയിൽ നിന്ന് നമുക്ക് ഈ ഒരു ലെവലിൽ ഇത്രയും ഹൈ ക്വാളിറ്റി പ്രീമിയം സീറ്റ് കവർ ചെയ്തിറക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഹാൻഡ് ഗ്രിപ്പ് കാര്യങ്ങൾ നമുക്ക് അതും കമ്പനിയിൽ നിന്ന് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾ. ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ അതൊന്നല്ല, ഈ ഡയമണ്ടിന്റെ ഈ ഒരു 10.5 ഇഞ്ചിന്റെ ഈ ഒരു ടച്ച് സ്ക്രീനാണ്. അതായത് നമുക്ക് ഇതിൽ അത്യാവശ്യം എല്ലാ ഫങ്ഷൻസും നല്ല അടിപൊളി. ഇപ്പൊ ഞാൻ റിയർ ക്യാമറയുടെ ഒക്കെ ഒരു ക്വാളിറ്റി അനുസരിച്ച് ഇത് ഏകദേശം ഒരു 5:30-6 മണി സമയമാണ്. അത്ര HD ക്ലാരിറ്റിയാണ് നമുക്ക് ഈ ഒരു റിയർ ക്യാമറയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത പറഞ്ഞാൽ 4K ക്വാളിറ്റി, അതേപോലെ തന്നെ 360 ക്യാമറ വരെ നമുക്ക് ഇനി ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരെ ഈ ഒരു ടച്ച് നമുക്ക് അതിന് ആപ്റ്റാവും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് എല്ലാ വാഹനത്തിനും കളിക്കുന്ന ഒരു സ്റ്റീരിയോ സിസ്റ്റം ആണ്, അതായത് ഡബിൾ സിസ്റ്റം ആയിട്ട് വരുന്ന ഈ ഒരു സംഭവം. അപ്പൊ ഇത് ഡയമണ്ടിന്റെ പക്ക സാധനമാണ്. ഇതും 4 സ്പീക്കർ, അതേപോലെ തന്നെ റിയർ ക്യാമറ. ഏകദേശം ഇത്രയും ഫുൾ ഒരു പാക്കേജ് ചെയ്യാൻ ഏകദേശം വരുന്ന പ്രൈസ് വെറും 16,000 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഇത്രയും സാധനം ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു ഡയമണ്ടിന്റെ അടിപൊളി ടച്ച്, അതേപോലെ തന്നെ റിയർ ക്യാമറ, HD റിയർ ക്യാമറ, 4 സ്പീക്കർ. ഇതിന്റെ പെർഫോമൻസ് നമ്മൾ ശരിക്കും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത്രയും നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ഈ ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പോൾ ഒരു ബേസ് ഓപ്ഷൻ എടുത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഈ ഒരു എക്സ്റ്റീരിയറിലുള്ള ആ ഒരു കമ്പനി അലോയ് വീൽ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ ഇന്റീരിയറിൽ എത്ര കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വരെ വെറും ഒരു 20-25 രൂപയുടെ ഉള്ളിൽ നമുക്ക് നിൽക്കുന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റ് കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ, അതിനാണ് A to Z ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ബേസ് ഓപ്ഷൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് ചെയ്തുതരാൻ സാധിക്കും എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാവും. ഒരു ഏകദേശം ഒരു 8,70,000 രൂപ മുടക്കി ഫ്രോൺസ് ഇതൊരു സിഗ്മ വേരിയന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു വാഹനത്തിൽ കണ്ട ഇത്രത്തോളം ഫുള്ളോട്, അതായത് ഫുൾ ഓപ്ഷന് തുല്യമായ ആക്സറീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70,000 രൂപയോളം വരുന്ന ആക്സറീസ് മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യേണ്ടി വരും. അതായത് ഏകദേശം ഒരു 9,30,000 രൂപക്കുള്ളിൽ നമുക്ക് ഈ ഒരു ബേസ് ഓപ്ഷൻ എന്നുള്ളത് ഒരു ഫുൾ ഓപ്ഷന് തുല്യമുള്ള ഫീച്ചേഴ്സ്, അതും അത്രയധികം എക്സ്ട്രാ ഓപ്ഷൻസ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രോൺസിനെ നമുക്കറിയാം, ഇപ്പൊ ഒരു സിഗ്മേന് നമ്മളൊരു ഡെൽറ്റ എടുക്കുകയാണെങ്കിൽ ഏകദേശം 9.5 ലക്ഷം രൂപ വരുന്നുണ്ട്. അവിടുന്ന് ഒരു ഡെൽറ്റ പ്ലസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-10-60 ആ റേഞ്ചിലാണ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് തന്നെ. അപ്പോൾ ഈ ഒരു വാഹനം ഇത്രയും പ്രൈസ് റേഞ്ചിൽ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. ശരിക്കും ഒരു ബേസ് ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഈ തരത്തിലുള്ള ആക്സറി ഫിറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മണി സേവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ ഈ ഒരു അലോയ് വീൽ ഇതിൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 10-35,000 അല്ലെങ്കിൽ ഇന്റീരിയറിൽ ഞാൻ കാണിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യണമെങ്കിൽ 25,000 രൂപയിൽ നിങ്ങൾക്ക് ആ ഒരു ബേസ് ഓപ്ഷൻ ഇത്രയും നല്ലൊരു അടിപൊളിയാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും തന്നെയാണ് ഹൈലൈറ്റ്. ഫ്രോൺസിന്റെ ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ 308 ലിറ്റർ ബൂട്ട് സ്പേസ്, അതുപോലെ തന്നെ 19 കിലോമീറ്റർ മൈലേജ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനം നൽകുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് ആണെങ്കിലും മാർക്കറ്റിൽ ആണെങ്കിലും വാഹനത്തിന്റെ ഒരു അവൈലബിലിറ്റിയും ഡിമാൻഡും വളരെ കൂടുതലാണ്. അപ്പോൾ ഭാവിയിൽ ഈ ഒരു വാഹനം നമ്മൾ 4-5 വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ പോലും റീസെയിലിന് വലിയ പ്രശ്നം വരാത്ത തരത്തിലുള്ള ഒരു ട്രെൻഡാണ് വാഹനം ഇപ്പോൾ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 60,000-70,000 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇന്നൊരു വാഹനം ഓൺ റോഡ് ഇറക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടിങ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ബേസ് ഓപ്ഷൻ എടുത്തിട്ട് ഈ തരത്തിൽ ആക്സറൈസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ കമ്പനി നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിലും ഞങ്ങൾ വാഹനം ഡെലിവറി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്രയും ആക്സറി ഫിറ്റ്മെന്റ് ഞാൻ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നമ്മൾ ചെയ്തും തരും. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ക്വാളിറ്റിയും വാറന്റിയും കാര്യങ്ങളൊക്കെ ഇതിന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ വാഹനം ചെയ്ത്
ആ ഒരു തരത്തിൽ ക്വാളിറ്റിയോട് കൂടിയുള്ള വാഹനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ പുതിയ ഒരു വാഹന വിശേഷമായി കാണുന്നവരെ ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഓഫ്.